ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കല TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ആ റൂമിൽ നിന്ന് ഇറങ്ങി ജീവനും കൊണ്ട് ആ പെങ്കൊച്ച് ഇറങ്ങി ഓടുക കേട്ടോ. അപ്പോൾ അവിടെ താഴെ അനങ്ങാതെ ഇതെല്ലാം കണ്ടും കേട്ടും പേടിയോടുകൂടി നിൽക്കുകയാണ് നമ്മുടെ അലീന. അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുമായി. നോക്കുമ്പോൾ ആ പെങ്കൊച്ച് ജീവനും കൊണ്ട് ഇറങ്ങി ഓടുന്നതും കണ്ടു. ഈ സമയത്ത് അച്ഛൻ മകനോട്, രോഹിത്തെ നീ ഇവിടെ നോക്കുന്നും പറഞ്ഞ് വിളിക്കുക. മകൻ ഭയങ്കര കലിപ്പിച്ചിങ്ങനെ നിൽക്കുക. എടാ, അച്ഛന് നിന്നെപ്പറ്റി വലിയൊരു സങ്കല്പം ഉണ്ടെന്നും അത് നീ തകർത്ത് കളയരുത് എന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. എനിക്ക് അത്രേ നിന്നോട് പറയാനുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഉള്ളതെല്ലാം കൂടെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുക. അതായത് ബാലചന്ദ്രൻ റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വാതിൽ വലിച്ചങ്ങ് അടച്ചിട്ട് ആ റൂമിലുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ അടിച്ച് പൊട്ടിച്ച് തകർത്തു. അപ്പോൾ രോഹിത്തെ വാതിലോർക്കെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അവിടെ നിന്ന് ഇങ്ങനെ വാതിൽ കൊട്ടി വിളിച്ചു പോകുമെന്ന് വാതിൽ തുറന്നു. അദ്ദേഹം അകത്തേക്ക് ചെന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് തച്ചുടച്ചിട്ടേക്കുക. ഇതെന്ത് തെമ്മാടിത്തരോടെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ബാലചന്ദ്രൻ അന്നേരം ചോദിച്ചു. അച്ഛൻ്റെ മുന്നിൽ വെച്ച് തന്നെ അടുത്ത ഒരു കുപ്പിയും കൂടി ഇവനെടുത്ത് അങ്ങ് എറിഞ്ഞു പൊട്ടിച്ചു. അടുത്ത അടിയും കൂടെ അവൻ്റെ ചെവിട് തീർത്ത് ബാലചന്ദ്രൻ കൊടുക്കുകയും ചെയ്തു. തീർന്നില്ല, നിനക്ക് കലിപ്പ് തീരുന്നില്ല അല്ലേടാന്ന് ചോദിക്കുക. തല്ലടാ നീ എന്നെ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ, എന്നെ തല്ലി തീർക്കടാ നിന്റെ കലിപ്പെന്നും പറഞ്ഞു ബാലചന്ദ്രൻ അങ്ങ് ചെന്നില്ലേ. പോക്കർത്തരം കാണിച്ചത് പോരാഞ്ഞിട്ട് നീ കിടന്ന് പൊളയ്ക്കുന്നോടാന്നും ചോദിച്ചു ബാലചന്ദ്രൻ ഇവിടെ ഒച്ച വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ അവിടെ നിന്ന് ഒരു ഒറ്റ പോക. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ വാരിയെടുത്ത് ഇവൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോരുക. അച്ഛൻ റൂമിൽ സങ്കടപ്പെട്ട് നിൽക്കുന്നതൊന്നും പ്രശ്നമല്ല. ഈ സമയത്താണ് അലീന അവിടെ നിൽക്കുന്നത് ഇവൻ കാണുന്നത്. കാലി തുള്ളി ഇവൻ അലീനയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നില്ലേ. നീ അല്ലേടി അച്ഛനെ ഫോൺ ചെയ്ത് വരുത്തിയതെന്ന് ചോദിക്കുമ്പം അലീന ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോകുമ്പം അലീനയുടെ കയ്യെ പിടിച്ച് വലിച്ചിങ്ങ് നിർത്തി ഈ രോഹിത്ത്. പറയടി, നീയല്ലേ ഞങ്ങൾ ഒറ്റ കൊടുത്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം നമ്മുടെ അലീന ഇങ്ങനെ തുറച്ച് നോക്കുക കേട്ടോ. എന്നിട്ട് അതേന്ന് തന്നെ പറഞ്ഞു തീർന്നില്ല. അലീനയുടെക്ക് ഒരൊറ്റ അടി ഇവനങ്ങ് വെച്ച് കൊടുത്തു. മുഖത്തിനിട്ട് നോക്കിയിട്ടോ അലീന ഞെട്ടിപ്പോയി കേട്ടോ. അലീന ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവൻ ഇങ്ങനെ ചെയ്യുമെന്ന്. എന്നിട്ട് രോഹിത് നേരെ അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അച്ഛൻ എനിക്ക് തന്നതായത് അത് നിനക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഈ രോഹിത് ഇങ്ങനെ പറഞ്ഞു. അന്നേരം അലീന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ നിന്ന് കരയുക. അങ്ങനെ അടിയും കൊടുത്തിട്ട് ഇവൻ പിന്നെയും ഇറങ്ങിപ്പോയി. ഇവനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. ഇവൻ വണ്ടി എടുത്തുകൊണ്ട് ഒരു പോക്ക്. ഈ സമയത്ത് തകർന്ന് തരിപ്പണമായ മനുഷ്യൻ ഇറങ്ങി വരിക. അങ്ങനെ ഇറങ്ങി വരുന്ന ആ മനുഷ്യനെ കണ്ട് അലീന ദയനീയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം വന്നാൽ അവിടെ ഇരുന്നു. അപ്പോഴേക്ക് അലീന ഓടിപ്പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നു കൊടുത്തു. അപ്പോൾ രോഹിത്ത് വന്നപ്പോൾ ഉണ്ടാക്കിയതായത് കുടിച്ചോളാൻ പറഞ്ഞ അലീന അത് കൊടുക്കുക. ഒരു നാരങ്ങ വെള്ളമാണ് നമ്മുടെ ബാലചന്ദ്രൻ അലീന കൊടുത്തത്. അലീന ഇങ്ങനെ വിഷമിച്ച് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് നീ എന്നെ ഫോണിൽ വിളിച്ച് അറിയിച്ചത് എന്തായാലും നന്നായെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയത്തില്ലായിരുന്നു എന്ന് അലീന അന്നേരം ബാലചന്ദ്രനോട് പറയൂ കേട്ടോ. അപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചതെന്ന് അലീന പറയാം. പിന്നെ എങ്ങനെയാ? സാറ് അവരോട് സംസാരിക്കണമായിരുന്നു, അതായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ സംസാരിച്ചു. രണ്ടുപേരെയും വിളിച്ച് ഒപ്പുവരുത്തി ഇങ്ങനെ ചെയ്തതിൻ്റെ അപാകതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരോട് വിരോധവും ഇഷ്ടക്കുറവും ഇല്ല എന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയും അങ്ങനെ വേണമായിരുന്നു എന്ന് അലീന ബാലചന്ദ്രന് പറഞ്ഞു കൊടുക്കുക. അത് കേട്ട ബാലചന്ദ്രൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇതിപ്പോൾ അടിയും പിടിയും വഴക്കും വൈരാഗ്യവും ഒക്കെ ആയില്ലേ എന്ന് അലീന ചോദിക്കുവാണ്. ഇപ്പോൾ ഞാൻ ചെയ്തത് വലിയ കുറ്റമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അവൻ ചെയ്തതാണോ ശരിയെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും മോനും ഇപ്പോൾ ശത്രുക്കളായില്ലേ എന്ന് അലീന അന്നേരം ബാലചന്ദ്രനോട് ചോദിക്കുക കേട്ടോ. അത് ഒഴിവാക്കാമായിരുന്നു, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നും അലീന ഇങ്ങനെ പറയണു. അപ്പോൾ നിനക്ക് ഇത് നേരത്തെ പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ആരാ സാറിനെ ഉപദേശിക്കാനെന്ന് അലീന അന്നേരം ചോദിച്ചു. നീ നിൻ്റെ പണി നോക്കടി എന്ന് പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ, അതെനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ലേ എന്ന് ബാലചന്ദ്രൻ അന്നേരം അലീനയോട് ചോദിക്കുക. നീ നിൻ്റെ പണി മാത്രമാണോ നോക്കുന്നത് എന്ന് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുമ്പം സോറി സാർ, എനിക്ക് അങ്ങനെയൊക്കെ കാണുന്നത് വലിയ സങ്കടമായതുകൊണ്ടാണ്. എൻ്റെ സ്വന്തക്കാരെ പോലെയാണ് ഈ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ കാണുന്നത്, അതുകൊണ്ട് എനിക്ക് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ അലീനയെ ഇങ്ങനെ നോക്കിയിട്ടോ, സോറി സാർ, എനിക്ക് അങ്ങനെയൊക്കെ കാണുന്നത് വലിയ സങ്കടമാണ്, അതാ ഞാൻ അങ്ങനെയൊന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ബാലചന്ദ്രൻ അന്നേരം ഒന്ന് ചിരിച്ചു. ഇവിടെ ആർക്ക് വേദനിച്ചാലും എനിക്കും വേദനിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വൈജയന്തിക്ക് വേദനിച്ചാലും അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പാവമല്ലേ സാറേ മാഡം, എന്തൊക്കെയോ വിഷമങ്ങൾ മറയ്ക്കാൻ വേണ്ടി ഒരു മുഖം മൂടി വെച്ച് നടക്കുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് വിഷമം എന്ന് ബാലചന്ദ്രൻ അലീനയോട് ചോദിച്ചു. എനിക്കതറിയാം, പക്ഷെ ബാലചന്ദ്രൻ അതറിയില്ല. സ്നേഹമുള്ള ഭർത്താവുണ്ട്, അപ്പോൾ എല്ലാവരും ഉണ്ട്, സമ്പത്തുണ്ട്, സൗഭാഗ്യമുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്.
വേറെ എന്താ അവൾക്ക് വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീന ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് കയറിപ്പോയി. അതിനുശേഷം നേരെ ബ്രിജിറ്റാമ്മയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് മമ്മിയോട് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ പറയുക. ഞാൻ ഫോൺ വിളിച്ചു പറയണ്ടായിരുന്നോ എന്ന് അലീന ചോദിക്കുക കേട്ടോ. അപ്പത്തേനും നമ്മുടെ മമ്മി അലീനയുടെ അരികിലേക്ക് വന്നു. അപ്പോൾ അലീനയാണെങ്കിൽ ആകെ വല്ലാതെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അലീന തൻ്റെ മമ്മിയോട് ചോദിക്കുക, എന്നെ അടിച്ചതൊന്നും സാരമില്ല, ഞാൻ ചേച്ചിയാണെന്ന് അവൻ അറിയില്ലല്ലോ, അപ്പോൾ നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല മോളെ, നിന്റെ അനുജനല്ലേ അവൻ, നിന്റെ കുടുംബമല്ലേ അത് എന്ന് ചോദിച്ചു ബ്രിജിറ്റമ്മ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. അപ്പം അവന് തെറ്റുപറ്റിയാൽ തിരുത്തേണ്ട കടമ അത് നിനക്കുണ്ട്, നീ അത് ചെയ്തു. അവന് നേർവഴി കാണിച്ചു കൊടുക്കാനും നിനക്ക് കഴിയണമെന്നും പറഞ്ഞു കൊടുക്കുക. അതൊക്കെ കേട്ടിട്ട് അലീന ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ബ്രിജിറ്റാമ്മ അങ്ങ് പോയി. അതിനുശേഷം പിന്നെ അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. നീ ചെയ്തതാടി മോളെ ഏറ്റവും വലിയ ശരി, ഇങ്ങനെ തന്നെയായിരുന്നു ചെയ്യേണ്ടത്. അവർ അച്ഛനും മകനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ നോക്കട്ടെ എന്ന് മുത്തശ്ശി പറഞ്ഞു. അത്രയേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞു. അപ്പോഴും അലീനയ്ക്ക് ആകെ ഒരു വിഷമം കേട്ടോ. അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് നിൽക്കുക. ഇത് കഴിഞ്ഞ് രോഹിത് നേരെ പോയത് ഹരിയുടെ അടുത്തേക്ക്. അവിടെ ചെന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാം. നീ എന്തിനാ അവളെയും കൊണ്ട് വീട്ടിൽ പോയെന്ന് ചോദിക്കും. പിന്നെ ഞാനിവിടെ കൊണ്ടുപോകാനോ, ഏതെങ്കിലും ഹോട്ടലോ ലോഡ്ജോ ഹോം സ്റ്റേയോ ഇപ്പം എന്തൊക്കെ സൗകര്യങ്ങളാടാ ഉള്ളത് എന്ന് ചോദിക്കുമ്പം ഈ പാലായിലൊന്നും നടക്കില്ലടാ, അച്ഛനും അമ്മയും അറിയുന്നവരെ എല്ലാവരും. എന്നാൽ പിന്നെ വാഗമൺ പോകണമായിരുന്നു. പാലായിൽ നിന്ന് 35 കിലോമീറ്റർ അല്ലോ, 1 മണിക്കൂർ പോരെ. അപ്പോൾ റൂബി വരണ്ടേടാ, നീ എന്നോടൊന്ന് സൂചിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ ഹെൽപ്പ് ചെയ്യില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുക ഹരി. നീ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു നീലൂര്, പകൽ ആരും ഇല്ലടാ അവിടെ, കാം ആൻഡ് ക്വയറ്റ്, ചുറ്റും റബ്ബർ തോട്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, എല്ലാം നശിച്ചില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഇനി വിളിച്ചാൽ വരത്തില്ലേ അവൻ ചോദിക്കുമോ, അച്ഛൻ അവളെ പേടിപ്പിച്ച് കളഞ്ഞടാ, ഇനി രക്ഷയൊന്നും ഇല്ല എന്നും മറ്റവളാണ് ഒറ്റ കൊടുത്തതെന്നൊക്കെ പറയുക. ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തുള്ളുമ്പോൾ നീ ഇതിന് അലീനോട് വഴക്കിടാൻ പോയത്? എന്തെങ്കിലും ടിപ്പ് കൊടുത്ത് അവളെ കൂടെ നിർത്തുകയല്ലായിരുന്നു വേണ്ടത്? പൊന്നും മോനെ, എൻ്റെ ബെസ്റ്റ് ഇന്ന് ഗസ്റ്റായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, നീ ഇടങ്ങേറാക്കല്ലേ എന്നൊരു വാക്ക് പറഞ്ഞ് അവളെ മൈപ്പെടുത്തിയ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കുക. അതിന് പകരം നീ അവളുടെ അടുത്ത് ദേഷ്യവും വിരോധവും കാണിച്ച് പിന്നെ അവൾ വെറുതെ ഇരിക്കുമോ എന്നൊക്കെ ചോദിക്കുക. 7ൻ്റെ പണിയല്ലേ അവൾ നിനക്ക് തന്നത്, ഞാൻ അവളെ വെറുതെ വിടില്ല ഹരി. അവൾ എനിക്ക് 7ൻ്റെ പണി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 14ൻ്റെ പണിയൊക്കെ കൊടുത്തിരിക്കുമെന്നൊക്കെ പറയാം. കൊടുക്കണ്ടിടാന്ന് ചോദിക്കുമ്പോൾ നോ ഡൗട്ട് കൊടുക്കണം നിനക്ക്. അപ്പോൾ പച്ചയ്ക്ക് വലിച്ച് കീറണം അവളെ എന്നൊക്കെ പറഞ്ഞു. അവളെ കൊല്ലുന്നതൊഴിച്ച് ബാക്കി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പം ഓക്കേടാ, പക്ഷെ നീ ഒരിക്കലും കാലുമാറിക്കളയരുത്. ഇല്ലടാ, ഒരിക്കലും ഇല്ലെന്നും പറഞ്ഞ് അലീനയെ തകർക്കാൻ ഇവന്മാർ 2 പേരും കൂടെ ഒറ്റ കൈയാവും കേട്ടോ. അപ്പം ഞാനുണ്ടടാ നിൻ്റെ കൂടെ, നിനക്ക് ഞാൻ വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവനെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സംഭവം ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ സൂപ്പറാന്ന് പറഞ്ഞു. നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ, ഡണ്ണെന്നും പറഞ്ഞു ഇവർ 2 പേരും കൈയൊക്കെ കൊടുക്കാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി ബാലചന്ദ്രൻ വീട്ടിലേക്ക് വന്നു. വൈജയന്തി ബാലചന്ദ്രൻ ബാഗൊക്കെ മേടിച്ച് ഭയങ്കര സ്നേഹപ്രകടനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ രോഹിത് നിന്നോട് വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തു പറയാൻ, ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് വൈജയന്തി. പറഞ്ഞില്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ പറ ബാലചന്ദ്ര. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല എന്തോ ഒന്നുണ്ടല്ലോ, എൻ്റെ അടുത്തുനിന്ന് ബാലചന്ദ്രൻ ഒളിക്കുക, എന്താന്ന് പറയാൻ പറഞ്ഞു. അവനൊന്നൊരു വഷളത്തരം കാണിച്ചു എന്ന് പറഞ്ഞു. ഹരിയല്ലേ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, പിന്നെ അങ്ങനെ അവൻ കാണിക്കാതിരിക്കുമെന്ന് ചോദിക്കുമ്പം ചുമ്മാ കാടിളക്കാതെ കാര്യം പറയാൻ പറഞ്ഞു വൈജയന്തി. ആ സമയത്ത് ഇന്ന് അവൻ ക്ലാസ് കട്ട് ചെയ്ത് ഒരു പെണ്ണിനെയും കൊണ്ട് ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ അതാണോ ഇത്ര വലിയ കാര്യമെന്ന് വൈജയന്തി ചോദിക്കുക കേട്ടോ. അത് കേട്ട് അന്തം വിട്ടു. അവൻ്റെ ഫ്രണ്ടോ ക്ലാസ്മേറ്റോ വല്ലതും ആയിരിക്കും, ചിലപ്പോൾ അവനിന്ന് ക്ലാസ് ഇല്ലായിരിക്കും. അപ്പോൾ ഉള്ള പഴുതൊക്കെ അങ്ങ് അടയ്ക്കുക അല്ലേ നീ മകനെ ഗാഡിയാൻ വേണ്ടി. അപ്പം ഞാൻ സൂചിപ്പിച്ചെന്നല്ലേ ഉള്ളൂ, പറഞ്ഞോ കാര്യം, കൂടുതൽ പറയാനൊന്നും ഇല്ല. അവനാ പെണ്ണിനെ വിളിച്ച് റൂമിൽ കയറ്റി. അതിലിപ്പോൾ വഷളത്തരം എന്താ ഉള്ളത്, അവ റൂം കാണിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയതായിരിക്കുമെന്ന് വൈജയന്തി പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കുക കേട്ടോ. അതിലൊരു തെറ്റുമില്ലേന്ന് ചോദിച്ചു. എൻ്റെ ബാലചന്ദ്ര കാലമൊക്കെ മാറി എന്നാണ് വൈജയന്തി പറഞ്ഞത്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് നല്ല ഫ്രീഡം ഉണ്ട്, അവർ വളരെ ഫ്രീ ആയിട്ടാണ് മിങ്കിൾ ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു. തോളി കൈയിട്ടാണ് നടക്കുന്നത്, എടാ പോടാ എന്നൊക്കെയാണ് പറച്ചിലും. ഇത് കേട്ട് ബാലചന്ദ്രൻ അന്തം വിട്ട് നിൽക്കുക. രോഹി അവൻ്റെ ഗേൾഫ്രണ്ടിനെ വീട്ടിലോട്ട് വിളിച്ചതിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കുഴപ്പവും നിനക്ക് തോന്നുന്നില്ലല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. അല്ല ബാലചന്ദ്രൻ എങ്ങനെ ഈ വിവരം അറിഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ അലീന ഫോൺ വിളിച്ച് പറഞ്ഞു എന്ന് പറയുമ്പം അവിടെ അലീനയ്ക്ക് പ്രശ്നം. ബാലചന്ദ്രനെ അവൾ ഫോണിൽ വിളിച്ചോ? എന്തപ്പോൾ വിളിച്ചാൽ കുഴപ്പമെന്ന് ചോദിച്ചു. അവൾക്ക് എങ്ങനെ അറിയാം ബാലചന്ദ്രൻ്റെ ഫോൺ നമ്പറൊക്കെ? അതല്ലേ നമ്മുടെ ഷോപ്പിൻ്റെ കാർഡില്ലേ, കലണ്ടറില്ലേ, സ്റ്റിക്കറില്ലേ, അതിലെല്ലാം ഫോൺ നമ്പറും ഇല്ലേ എന്ന് ചോദിച്ചു.
ഓ അങ്ങനെ. പക്ഷേ ഈ വീട്ടിലെ മുതലാളിയുടെ മകൻ ഒരു ഫ്രണ്ടിനെ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നാൽ ആ വിവരം ഫോൺ ചെയ്ത് മുതലാളിയെ അറിയിക്കേണ്ട ആവശ്യം എന്താ ഈ വീട്ടിലെ വേലക്കാരിക്ക് എന്ന് വൈജയന്തി ചോദിക്കുക. അതാണോ അവളുടെ ജോലി എന്നും ചോദിച്ചാൽ അതിനെ കുറ്റപ്പെടുത്തുക. ഇവിടുത്തെ സ്പൈവാർക്ക് ആരവളെ ഏൽപ്പിച്ച് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ മനുഷ്യൻ ഞെട്ടി നിൽക്കുക. ഇനിയിപ്പോൾ അലീനയുടെ അടുത്തുനിന്ന് പാസ് എടുക്കണോ ഈ വീട്ടിൽ ആർക്കെങ്കിലും കയറി വരണമെങ്കിൽ എൻ്റെ മകൻ്റെ അമ്മ എന്നുള്ള നിലയ്ക്ക് നീ ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് ബാലചന്ദ്രൻ നേരം പറഞ്ഞു. അലീന വിളിച്ചു പറഞ്ഞ ഉടനെ നിങ്ങൾ എന്താ ചെയ്തത്? രോഹിയെ അവൻ്റെ ഫ്രണ്ടിനെയും വിളിച്ചു നിങ്ങൾ വഴക്ക് പറഞ്ഞോ? അതല്ല ഞാൻ ചെയ്തത്, ഞാൻ ഇങ്ങോട്ട് വന്നു. ഓ അവള് വിളിച്ചു പറഞ്ഞ ഉടനെ പാഞ്ഞു വന്നു അല്ലേ? എന്നിട്ടോ? ഞാൻ വന്ന ആ പെണ്ണിനെ പറഞ്ഞയച്ചു. അപ്പോൾ ആ പെങ്കൊച്ച് ഏതോന്ന് നിനക്കറിയാവോ? എന്നിട്ട് ആ പെണ്ണിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെയൊക്കെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ല മോനെ മുറി അടിച്ച് തകർത്തു എന്നോടുള്ള കലിപ്പിൽ. എന്നെ തല്ലാനേ അവന് പറ്റത്തില്ലല്ലോ. കൊടുത്തു ഞാൻ ചെകിട്ട തുറണമെന്ന് പറയുമ്പോഴത്തേക്കും വൈജയന്തി ഏതായാലും കൊള്ളാവെന്ന് പറയും. നല്ല അച്ഛൻ എന്നും പറഞ്ഞ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക. ഇങ്ങനെയൊന്നും അല്ല ബാലചന്ദ്ര മക്കളോട് ഇടപെടേണ്ടത്. അവർ ന്യൂ ജനറേഷനാണെന്ന് ആദ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത്. വിവരമുള്ള തന്തമാരെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലെ കുറച്ച് വിവരത്തോടെയൊക്കെ പെരുമാറത്തുള്ളൂ എന്നും ഒന്നെങ്കിൽ ഫോൺ വിളിച്ച് മകനെ ഉപദേശിക്കും. നിന്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് വിളിച്ചതിൽ വന്നതിൽ ഒരു തെറ്റുമില്ല, പക്ഷേ ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ കൊണ്ടുപോവാ, ഞങ്ങൾക്കും പരിചയപ്പെടാമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അയ്യോ നല്ല ഉപദേശം, വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു. അല്ല ബാലചന്ദ്ര ഞാനൊന്ന് ചോദിക്കട്ടെ, അവൾ ആരാ നമ്മുടെ മകൻ്റെ വിഷയത്തിൽ കയറി കൈ കടത്താൻ? ജോലിക്കാരിയെ അവളുടെ നിലയ്ക്ക് മാത്രം നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മകന് തോന്നുമ്പോഴൊക്കെ ഓരോ പെണ്ണുങ്ങളെ വിളിച്ച് കൊണ്ടുവന്ന് അവൻ്റെ മുറിയിൽ കയറ്റല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു. ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ മകൾക്കും ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തനെ മുറിയിൽ കയറ്റി വാതിലടയ്ക്കാം അല്ലേ എന്ന് ചോദിച്ചു. തെറ്റൊന്നും ഇല്ലല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ വായ അട്ടപ്പിച്ച് കളഞ്ഞു കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ. പിന്നെ എനിക്കുണ്ട് ചില ലേഡി ഫ്രണ്ട്സ്, ഞാനും വല്ലപ്പോഴും ഒരിക്കൽ വിളിച്ചുകൊണ്ട് വന്നോട്ടെ. വേറൊന്നിനുമല്ല, ചുമ്മാ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാവല്ലോ, ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട്. ഇവൾ അന്തം വിട്ട് നോക്കി നിൽക്കുക ഈ വൈജേ അലീനയോട് നിനക്കുള്ള അന്ധമായ വിരോധമാണ് നിന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതും ചെയ്യിക്കുന്നതും. നിനക്ക് അവളെ ഇഷ്ടമല്ല. എന്താ സംശയം? എനിക്ക് ഇഷ്ടമല്ല എന്ന് വൈജയന്തി തറപ്പിച്ച് തന്നെ പറഞ്ഞു. ഞാനും കമലേട്ടത്തെയും വേണ്ട എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ പോയി അവളെ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് 2 പേർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ഈ വീട്ടിൽ അവൾ കാല് കുത്തി അന്നു മുതൽ നിങ്ങൾ അവൾക്ക് വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും എനിക്കിഷ്ടമല്ല അതെന്നും ബാലചന്ദ്രനോട് വൈജയന്തി പറയുമോ. ആരാ അവള്? ദേവതയാണോ എന്നും ചോദിച്ചു. വൈജയന്തി അങ്ങ് ചെന്നില്ലേ. അതും പറഞ്ഞ് വൈജയന്തി അവിടെ നിന്ന് അങ്ങ് പോയപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ഈ ഇവളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അദ്ദേഹത്തിന് പുച്ഛമാണിപ്പോൾ വൈജയന്തിയോട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.